ചുറ്റും വെള്ളം പൊങ്ങുന്നുവെന്ന് കണ്ടാൽ നീന്തൽ വശമില്ല എന്നറിയുന്ന നീ പകച്ചുപോകരുത്. പേടിച്ച് കരയരുത്. ആ വെള്ളപ്പാച്ചിൽ അവിടെ പൊങ്ങിക്കിടക്കുന്ന മരകഷ്ണത്തിൽ പിടിച്ച് കയറി രക്ഷപ്പെടണം, പൊങ്ങിക്കിടക്കണം. എന്നിട്ട് അതിനെ ഒരു ചങ്ങാടമായി സൃഷ്ടിച്ച് നീ സന്തോഷത്തോടെ രക്ഷപ്പെടണം. പേടി ഉപേക്ഷിച്ച് കരപറ്റുന്ന സന്തോഷമാകണം നിന്റെ മനസ്സിൽ. നീ തീരത്തെത്തിക്കഴിഞ്ഞാൽ ആ ചങ്ങാടം നീ ഒഴുക്കിവിടണം. അത് നീ പോലും അറിയാതെ മറ്റാരുടെയെങ്കിലും രക്ഷയ്ക്കത് ഉപകരിക്കും. ഇത് 2018 സിനിമയിലെ ഡയലോഗൊന്നുമല്ല, ബാബു എബ്രഹാമിൻ്റെ കമ്പിളിക്കണ്ടത്തെ കൽപ്പരണികൾ എന്ന ഓർമ്മക്കുറിപ്പിൽ നിന്നാണ്. എനിക്ക് ഈ പുസ്തകത്തെ നോവലായി കാണാനാണ് ഇഷ്ടം. സ്വന്തം അനുഭവം ആണ് എഴുത്തുകാരൻ പങ്കുവച്ചത്. പക്ഷേ എനിക്കതിലെ അമ്മയായ മേരി എന്ന കഥാപാത്രത്തിൻ്റെ വൈകാരിക നിമിഷങ്ങൾ വായിച്ചു തീർത്തിട്ടും എന്നെ വിടാതെ പിന്തുടരുന്നത്. മരിക്കാനായി കല്ലാർക്കുടി അണക്കെട്ടിൽ കുട്ടികളോട് ചാടാൻ പറഞ്ഞ മേരി പിന്നീട് ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിക്കുകയായിരുന്നു. ധൈര്യവും തൻ്റെ ഇടവും സ്നേഹവും മാറി മാറി പ്രകടമായ മാലാകയായിരുന്നു മേരി. 207 പേജുള്ള ഈ നോവൽ ഒരു അരുവി ഒഴുകുന്ന ചേലോടെ നമുക്ക് വായിച്ചു തീർക്കാനാകണം. ജീവിതം പോരാട്ടത്തിൻ്റെയാണ്. അവസാന വാക്കിനിടയിൽ പരാജയവും പോരാട്ടവും അതിജീവനത്തിനും എല്ലാം വഴിയാത്രക്കാരായി ഉണ്ടാകും എന്ന ഓർമ്മപ്പെടുത്തലോടെ കമ്പിളിക്കണ്ടത്തെ കൽപ്പരണികൾ അവസാനിക്കുന്നത്.